ഹലോ ഗേസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ധ്യാൻ റോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യാമറ അൺബോക്സിംഗ് ആണ്. ഒരു നല്ലൊരു ക്യാമറയാണ്, ഒരു ആൾറൗണ്ടർ നല്ലൊരു ക്യാമറയാണ്. ഇതൊരു ക്യൂബോൻ്റെ 3MB എന്ന് പറയുന്നൊരു ക്യാമറയാണ്. സ്മാർട്ട് ക്യാം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്യൂബിൻ്റെ ഈ ആപ്പ്, ആ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ആ ആപ്പിൻ്റെ QR കോഡ്, പിന്നെ ഇത് യൂസർ മാനുവലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വെരി ടൈറ്റ് പാക്കേജിംഗ് ആണ്, ഒത്തിരി എടുക്കാൻ പാടാണ്. ഓക്കെ, ഒരു ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ക്യാമറ വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ അത് നമുക്ക് വയ്ക്കാം. പിന്നെ ഇനി ബോക്സിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്യാമറ. അപ്പോൾ ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നല്ലൊരു കേബിള് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് തന്നെ ക്യൂബോൻ്റെയാണ്. നല്ലൊരു Type-C അല്ല, നമ്മളുടെ USB തന്നെയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു കേബിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 1 TB വരെ നമുക്ക് നമ്മുടെ SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. 1 TB വരെ. അപ്പോൾ നമുക്ക് 512 ഇട്ടാലും കുഴപ്പമില്ല, 128 ഇട്ടാലും കുഴപ്പമില്ല, 256 ഇട്ടാലും കുഴപ്പമില്ല, 1 TB ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സെറ്റിലൊന്നും ക്ലിക്ക് ചെയ്യേണ്ട. നമ്മളിതിലെ ആപ്പ് മീൻസ് ഈ ഒരു ആപ്പ് ഉണ്ടല്ലോ, ഇതിലെ ആപ്പ്, ഈ QR കോഡിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഈ ഒരു ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ക്യൂബ് ഒരു ഇന്ത്യൻ കമ്പനി കൂടിയാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഈ ക്യൂബോ എന്ന് പറയുന്ന കമ്പനി ഒരുപാട് പ്രോഡക്ട്സുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോഡക്ട്സാണ് ഒരു ക്യാമറ, നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു ക്യാമറ ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇങ്ങനൊരു ഡിവൈസും അവരിറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ലോക്ക് ഉപയോഗിക്കത്തില്ലേ, ആ ഒരു ടൈപ്പ് ലോക്ക് ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് നമുക്ക് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനൊരു ഇറക്കിയിട്ടുണ്ട്. പിന്നെന്താ പിന്നൊരു ഉണ്ട് ക്യൂബോൻ്റെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നമ്മൾ ഈ വയർലെസ് ചാർജിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരുപാട് ഈ സൺഗ്ലാസ്, ഫോൺ സ്റ്റാൻഡ്, ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടെ ആയതുകൊണ്ട് നമുക്കൊന്ന് വിശ്വസിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു മൈക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഒരു മൈക്കുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലും സ്പീക്കറുണ്ട്. ഇവിടെ സ്പീക്കർ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഇപ്പുറത്തെന്തായാലും സ്പീക്കറുണ്ട്. പിന്നെ ഒരു ഷൈനി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഷൈനി, ഒരു മാറ്റ് ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സോഫ്റ്റ് ഫീൽ, അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് അല്ല, ഒരു നല്ലൊരു ഗ്ലോസി ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ ബാക്കിൽ നമുക്ക് ഈ സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കത്തില്ലേ, അതുപോലെ വയ്ക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്ലേറ്റ് കണക്കത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിവിടെ തന്നിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു സാധനം മുകളിലേക്ക് ആക്കുമ്പോഴാണ് ഇവിടെയാണ് SD കാർഡ് ഇടാൻ പറ്റുന്നത്. മനസ്സിലായതാ, ഇവിടെയാണ് SD കാർഡ് ഇടേണ്ടത്. നമ്മൾ SD കാർഡ് ഇട്ടിട്ട് നമ്മുടെ ആ ആപ്പിൽ കയറിയിട്ടൊന്ന് നമ്മളതിൽ ഓൺ ആക്കിയിട്ട് നമ്മളത് ചെയ്താൽ മതി. അതിൽ സ്റ്റോറേജിൻ്റെ സ്പേസിലാണ് നമ്മളതൊക്കെ ചെയ്യാനുള്ള. വേറൊരു സംഭവമാണ് നമ്മളുടെ ഈ ബാക്കിലൊരു 4 ഒരു ബുഷ് എന്ന് വെച്ചാൽ ഒരു ഗ്രിപ്പ് നമ്മളിവിടെ മീൻസ് ഓക്കെ, ഈ ഒരു എൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചത് ഗ്രിപ്പാണ്. ഒരു ഗ്രിപ്പ് കണക്ക് നമുക്കിവിടെ ഇങ്ങനെ വയ്ക്കാൻ പറ്റും. തെന്നിയൊന്നും പോകത്തില്ല, നല്ലൊരു ഗ്രിപ്പായിട്ട് നമുക്കിങ്ങനെ വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ ഒരു ഇത് നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കണം. കാര്യം ഈ QR കോഡ് അഥവാ നമ്മുടെ ഫോണിൽ നിന്ന് ഈ ഒരു ആപ്പ് പോയെന്ന് വിചാരിച്ചോ, കാര്യം അപ്പോൾ നമുക്കിത് വീണ്ടും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിത് ഈ ഒരു QR കോഡ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ചില വീഡിയോസ് കണ്ടായിരുന്നു, അവരിതൊക്കെ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ ഇതിലെന്തോ ഒരു കടന്ന് കുലുങ്ങുന്ന കണക്ക് തോന്നിയായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ ഒന്നും തോന്നില്ല. ഒരു വലിയ സൗണ്ടൊന്നുമില്ല, കുഞ്ഞ് നമുക്ക് സാധാ എല്ലാത്തിലുള്ളൊരു സൗണ്ടാണ്. പിന്നെ ഇവർ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ ഒരു സ്റ്റിക്കർ നമുക്കിതിന് ചുറ്റും ഇവർ തന്നിട്ടുണ്ട്. അത് ഇളക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അഥവാ എന്തെങ്കിലും സ്ക്രാച്ച് അങ്ങനെ വരുന്നെങ്കിലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ആപ്പ്, ഈ ക്യൂബോൻ്റെ ആപ്പിലേക്ക് നമുക്ക് നോക്കാം. പക്ഷേ ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ക്യൂബോ എന്ന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2 ആപ്പ് കിട്ടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണ്ട. നമ്മൾ ഈ ഒരു QR കോഡ് തന്നെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം ഈ സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ സോഫ്റ്റ്വെയർ സാധനത്തിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൻ്റെ ഇതിലേക്ക് വരാനായിട്ട് ക്യൂബോ എന്ന് പറയുന്ന ഒരു ആപ്പാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ക്യൂബോ എന്ന് അടിക്കുകയാണ്. ഇവിടെ ക്യൂബോ എന്ന് അടിക്കേണ്ടത്, ഇവിടെ ഒരു ക്യൂബോ എന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ക്യൂബോൻ്റെ ആപ്പ്. അപ്പോൾ ഞാൻ ഒരെണ്ണം പണ്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെത് ഇവിടെ കാണും. അപ്പോൾ ഞാൻ ആഡ് ഡിവൈസ്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആഡ് ഡിവൈസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ വരും. ഇവിടെ ആഡ് ഡിവൈസ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അത് ഓൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ക്യൂബോനെ ഒരുപാട് ഡിവൈസുകൾ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ കാണാം, ക്യൂബോൻ്റെ ക്യാമറ, ഡോർ ബെല്ല്, അങ്ങനെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ ഇരിക്കുന്ന ക്യാമറ ക്യാം 360 3 MB എന്ന് പറയുന്ന ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഫുള്ള് കാണിക്കുന്നില്ല, കാരണം ഫുള്ള് കാണിക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. കാരണം ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ഞാൻ ചൂസ് നമുക്കൊരു വേറൊരു ആഡ് ന്യൂ നെയിം കൊടുക്കാം. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അതിനായിട്ട് ഞാൻ സബ്സ്ക്രൈബ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ആഡ് ന്യൂ നെറ്റ്വർക്ക് കൊടുക്കണം. ആഡ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു നെറ്റ്വർക്ക് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഫോണിൻ്റെത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 2 3 എന്നും ഒരു പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് കൺഫേം കൊടുക്കാം, കണക്റ്റ് കൊടുക്കാം. കണക്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടോ? അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എനിക്കൊരു പണ്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ചെയ്തപ്പോൾ 15 മിനിറ്റ് എടുത്തു കണക്റ്റ് ആവാനായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കണക്റ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ല. ഇത് കണക്റ്റ് ആയിട്ട് എങ്ങനെയാണോ കാണിക്കുന്നത് അതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കൺഫേം എന്ന് വെച്ചാൽ അതൊന്നും കൂടെ ഇത് സ്കാൻ ആകുമ്പോൾ കണക്റ്റ് എന്നും പറഞ്ഞ് കാണും. ആ കണക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം. ഗേസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ്, ഈ ഒരു സ്ക്വയറിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇത് കണ്ടോ, അതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് സെറ്റിങ്സ് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ് കാണും. എന്ന് വെച്ചാൽ ആ മോഷൻ ഡിറ്റക്ഷനിൽ മോഷൻ എന്ന് വെച്ചാൽ ഒരാൾ പെട്ടെന്ന് അനങ്ങുകയാണെങ്കിൽ അയാളുടെ നേരെ പോകുമ്പോൾ അത് ഹൈ ആണ്. ഇത് പയ്യെ ഇങ്ങനെ ഒരു പയ്യെ അങ്ങ് പോകും, അതാണ് മീഡിയം. പിന്നെ ലോ എന്ന് വെച്ചാൽ ലോ ആയിട്ട്. പിന്നെ SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. SD കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ 1 TB വരെയുള്ള SD കാർഡ് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് SD കാർഡ് ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഓണാക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ SD കാർഡൊന്നും ഇട്ടിട്ടില്ല, ഇതുപോലെ അത് കണക്റ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് എന്നും പറഞ്ഞ് കാണും. അപ്പോൾ ഞാനൊരു SD കാർഡ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ 8 GB ഇട്ടിരിക്കുന്നത്.
അപ്പോൾ അതിൽ എത്ര യൂസ് ചെയ്തു, പിന്നെ എത്ര ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാം, ടോട്ടൽ സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് എത്രയും ഉപയോഗിക്കാവൂ അതിനെക്കുറിച്ചാണ് ചെയ്തിരുന്നത്. പിന്നെ ക്ലൗഡ് സ്റ്റോറേജും ഉണ്ട്. അത് അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ നൈറ്റ് വിഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ നൈറ്റിൽ എങ്ങനെ റെക്കോർഡൊക്കെ ചെയ്യാൻ അതിനെ പറ്റിയാണ്. പിന്നെ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്. പിന്നെ എബൌട്ട് ഡിവൈസ്, ഈ ഒരു ഡിവൈസിനെ കുറിച്ച്, ഡിവൈസ് നെയിം അതാണ്, ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് ഈ ഡിവൈസിനെ കുറിച്ചുള്ളതാണ്. പിന്നെ ഇതാ നമുക്ക് ആട്ടോമേഷൻ ഇപ്പോഴത്തെ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞ് കണ്ടോ, അതിലാണ് നമ്മളെടുത്തത്. പിന്നെ ഹോം കണ്ടോ, ആ ഹോം എന്ന് വെച്ചാൽ നമ്മളെ ഇവൻറ്റ് എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നമ്മൾ നോക്കി, എത്രയൊക്കെ ഇവൻറ്റ്സ് മീൻസ് നമ്മൾ എപ്പോഴൊക്കെയാണ് അവിടെ നോക്കിയത് അതിനെ പറ്റിയാണ്. ഇപ്പോൾ താഴെ നിന്ന് കാണിക്കുന്നത് വെച്ചാൽ അവരുടെ പ്രോഡക്റ്റ്സാണ്, മനസ്സിലായോ? ഇത് അവരുടെ ഇങ്ങനൊരു പ്രോഡക്റ്റ്സാണ്, എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇവിടെ അവരുടെ ക്യൂബോൻ്റെ ഒരു ക്യാമറ അതും കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തും ഒരുപാട് അവരുടെ തന്നെ ബൾബ് അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇത്, ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ അമ്മേൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നുണ്ട്, മേഘാരാജ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ താഴെ ആഡ് ഡിവൈസ്, ഇതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ആഡ് ഡിവൈസിൽ എങ്ങനെയാണോ കൊടുത്തത് അത് തന്നെയാണ് നിങ്ങൾക്കും വരുന്നത്. പിന്നെ മൈ ഡിവൈസ്, അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ആ പൈസ കൊടുത്തിട്ട് ക്ലൗഡിൽ ചെയ്യാം, അതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങളിതൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ. അപ്പോൾ ഒരു കാര്യമുണ്ട്, അടുത്ത വീഡിയോയ്ക്ക് ഒരു കമൻറ്റെങ്കിലും ഇടുക കേട്ടോ. കുറച്ച് നാളായിട്ട് ഒരു കമൻറ്റും ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാര്യം നിങ്ങളെൻ്റെ സപ്പോർട്ട് ചെയ്യുക. 300 to 500,000 അതൊക്കെ ആക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി എനിക്ക് എക്സാം വരെയാണ്. അപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്യണം. വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ഇടും. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ എന്തായാലും ഇടും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.